ഇന്ന് നമ്മൾ അയ്യോ സൂക്ഷിച്ച്. ഇന്ന് നമ്മൾ നല്ലടോ മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം? ഏ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മള് ഈ കുഞ്ഞുകുട്ടികളൊക്കെ ഒരു ക്രീപ്പി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയില്ലേ, അങ്ങനത്തെ അവര് ക്രീപ്പി ആയിട്ട് പറഞ്ഞ 21 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സത്യം. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ആൾക്കാർ ഷെയർ ചെയ്തതാണ്, അതായത് റെഡിറ്റില് അവരോടൊക്കെ വന്ന് ഷെയർ ചെയ്തതാണ്. ആ സാധനം ഞാൻ അവരുടെ അവരുടെ POVയില് അവർ പറയുന്ന പോലെ ആയിരിക്കും ഞാൻ ഇത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സ്റ്റോറി. എന്റെ ഒരു ഫ്രണ്ടിന് 6 വയസ്സുള്ളപ്പോ അവള് മമ്മിയോട് പറഞ്ഞു, ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ആന്റിക്ക് ഈ വാൾപേപ്പർ ഒട്ടും ഇഷ്ടമല്ല, മമ്മി ആന്റിയുടെ നോട്ട് കവർ ചെയ്യുകയാണെന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ഈ അമ്മ എന്ത് വിചാരിക്കുന്ന വെച്ചാ കുട്ടികൾ ഓരോന്ന് ഭാവനയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അവൾ അതങ്ങോട്ട് മറന്നുപോയി. പിന്നെ 12 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഈ ഫ്രണ്ട് അവളുടെ വീട് റീഡെക്കറേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഇവള് ആറ്റിക്കീത്തെ വാൾപേപ്പർ മാറ്റിയപ്പോ ആ ചെമരില് ഇങ്ങനെ മാന്തിട്ടേക്കുന്ന പോലെ ഒരു സൂയിസൈഡ് നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ അമ്മ അവളുടെ കുട്ടീനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് ചോദിക്കും, നിനക്ക് ആ ആറ്റിക്കിൽ കണ്ട സ്ത്രീനെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് അവൾക്കും ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അവൾക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ അവൾ ആകെ പേടിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയായിട്ട് ഈ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നത് ആറ്റിക്കി വെച്ചിട്ട് മാത്രമായിരുന്നു. സ്റ്റോറി നമ്പർ 2. പ്രീ സ്കൂളിലെ കുട്ടി. ഞാൻ ഒരു പ്രീ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ഒന്ന് കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ്. ക്ലാസ്സിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ കിച്ചൺ ഏരിയ ഉണ്ട്. അവിടെ ഒരു പെൺകുട്ടി മാത്രം മറ്റുള്ളവരിൽ നിന്നും മാറിയിരിക്കുന്നത് കണ്ട് ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളൊരു ബേബി ഡോൾ എടുത്ത് അതിനെ താരാട്ട് പാടി ആട്ടുകയായിരുന്നു. പെട്ടെന്ന് അവൾ ആ പാവേനെ എടുത്തിട്ട് ഈ കളിക്കുന്ന ഓവന്റെ അകത്തേക്ക് തള്ളി കയറ്റിയിട്ട് ഡോറടച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ടിൽ അവൾ പറഞ്ഞു, സംടൈംസ് ബാഡ് ബേബീസ് ഗോ ഇൻ ടൈം ഔട്ട്. ഇത് പറഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് ഓടിപ്പോയി. അത് ശരിക്കും എന്നെ പേടിപ്പിച്ച് കളഞ്ഞ ഒരു കാര്യമായിരുന്നു. സ്റ്റോറി നമ്പർ 3. ഞാന് 2 വയസ്സുകാരൻ മകനോട് സംസാരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് ഗുഡ് ബൈ ഡാഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ ഗുഡ് നൈറ്റ് ആണ് പറയേണ്ടതെന്ന്. അവൻ പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ഇത്തവണ ഇത് ഗുഡ് ബൈ ആണ്. അന്ന് രാത്രി അവൻ അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ എനിക്ക് പലതവണ എഴുന്നേറ്റ് പോയി നോക്കേണ്ടി വന്നു. സ്റ്റോറി നമ്പർ 4. എനിക്ക് ഏകദേശം 3 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ പൂച്ച പ്രസവിച്ച കുട്ടികളെല്ലാം ചത്തുപോയി. ഞാൻ അപ്പനോട് ചോദിച്ചു, നമുക്ക് അവർക്ക് വേണ്ടി കുരിശ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു, ഇത് കുറച്ച് ചെറുതല്ലേ? അപ്പം ചോദിച്ചു, എന്തുദ്ദേശിച്ചാണ് നീ അങ്ങനെ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് അവരെ ഇതിൽ ആണി അടിച്ച് കയറ്റണ്ടേന്ന്. അപ്പം കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. അടുത്ത സ്റ്റോറി. ഒരു രാത്രി എന്റെ കുട്ടി കരയുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നതെന്ന്. അവൻ പറഞ്ഞു, ബാഡ് മാൻ. ഞാൻ ചോദിച്ചു, ഏത് ബാഡ് മാൻ? അവൻ എന്റെ പുറകിൽ ഒരു ഇരുട്ടുള്ള മൂലയിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും ആ മൂലയുടെ അടുത്തുള്ള ബുക്ക് ഷെൽഫിലെ ലാമ്പ് തനിയെ താഴെ വീണു. അന്ന് രാത്രി അവൻ ഞങ്ങളുടെ കൂടെയാണ് ഉറങ്ങിയത്. അടുത്ത സ്റ്റോറി. എന്റെ 3 വയസ്സായ മകള് അവളുടെ അനിയൻ കുട്ടീനെ എടുത്തുപോയി കുറച്ചു നേരം അവനെ നോക്കിയിരുന്നു. എന്നിട്ട് തിരിഞ്ഞ് എന്നെ നോക്കി പറഞ്ഞു, ഡാഡി ഇറ്റ്സ് എ മോൺസ്റ്റർ, നമ്മൾ ഇതിനെ കുഴിച്ചിടണമെന്ന്. അടുത്ത സ്റ്റോറി. എന്റെ കുട്ടികൾ പഠിക്കുന്ന കാത്തലിക് സ്കൂളിന് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അവിടെ ജിമ്മിന്റെ താഴെ സാധനങ്ങൾ വയ്ക്കുന്ന ഒരു ബേസ്മെന്റ് ഉണ്ട്. ഒരിക്കൽ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് പോയപ്പോൾ ഒരു കുട്ടി കളിക്കുന്നതിനിടെ ബോള് ആ ബേസ്മെന്റിന്റെ സ്റ്റെപ്പിൽ കൂടെ താഴേക്ക് പോയി. ആ പെൺകുട്ടി സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി വിളിച്ച് പറയായിരുന്നു, അതിങ്ങോട്ട് മുകളിലേക്ക് എറിഞ്ഞ് താ എന്ന്. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന്. അവൾ പറഞ്ഞു, ആ താഴെ നിൽക്കുന്ന വലിയ മനുഷ്യനോട്. ഞാൻ താഴെ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ആ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി താഴെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റുള്ള കുട്ടികളോടും ചോദിച്ചു, അവർ ഈ മനുഷ്യനെ മുന്നിൽ കണ്ടിട്ടുണ്ടോ എന്ന്. അവർ പറഞ്ഞു, ഉണ്ട്, പക്ഷെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അയാളോട് മിണ്ടരുതെന്ന്.
ഞാൻ അവരോട് ഏത് സിസ്റ്റർ ആണെന്ന് ചോദിച്ചപ്പോ അവരൊരു കന്യാസ്ത്രീയെയാണ് വിവരിച്ചത്. പക്ഷെ ആ സ്കൂളിൽ കന്യാസ്ത്രീകൾ ഇല്ലാതായിട്ട് ഇപ്പൊ 40 വർഷത്തോളമായി. അടുത്ത സ്റ്റോറി. ഒരു രാത്രി എന്റെ മോൻ വല്ലാതെ പേടിച്ചിരിക്കുന്ന കണ്ടപ്പോ ഞാൻ അവനോട് പറഞ്ഞു, നീ പോയി കിടന്നു ഉറങ്ങിക്കോ, നിന്റെ കട്ടിന്റെ അടിയിൽ ഒന്നുമില്ലെന്ന്. അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അയാളിപ്പോ അമ്മയുടെ തൊട്ടു പുറകിലാണ് നിൽക്കുന്നത്, കട്ടിന്റെ അടിയിലല്ല എന്ന്. അത് കേട്ട് ഉണ്ടായ വിറയൽ എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അടുത്ത സ്റ്റോറി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ ഒരു 6 മണിയായപ്പോ എന്റെ 4 വയസ്സുകാരി മകൾ അവളുടെ മുഖം എന്റെ മുഖത്തിന്റെ അടുത്തേക്ക് വെച്ച് എന്നെ വിളിച്ചുണർത്തി. അവള് നേരെ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു, എനിക്ക് നിന്റെ തൊലിയല്ല ഉരിച്ചെടുക്കണം. ആ സമയത്ത് എനിക്ക് മറ്റേ സൂര്യാഘാതം ഏറ്റിട്ട് തൊലിയൊക്കെ അടർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഉറക്കത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ഇത് കേട്ടപ്പോ ഒരു നിമിഷം ഞാൻ ശരിക്കും പേടിച്ചു പോയി. അടുത്ത സ്റ്റോറി. ഞാൻ ചെറുപ്പമായിരുന്നപ്പം മിസ്റ്റർ റാൻഡ് എന്ന് പറയുന്ന ഒരാള് ആഴ്ചയിൽ 4-5 തവണ എന്റെ റൂമിൽ വരുമായിരുന്നു. അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ഈ സെക്കൻഡ് വേൾഡ് വാറിൽ അയാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു തരൊക്കെ ചെയ്യായിരുന്നു. ഞാൻ കരുതിയത് ഇതൊക്കെ വെറും തോന്നലായിരുന്നു എന്നാണ്. എനിക്ക് 9 വയസ്സായപ്പോ പുള്ളി വരുന്നത് നിന്നു. വർഷങ്ങൾക്ക് ശേഷം എന്റെ മകന് 5 വയസ്സുള്ളപ്പോ ഒരു രാത്രി അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, റൂമിൽ ഒരാളുണ്ടെന്ന്. ഞാൻ പേടിച്ചകത്തേക്ക് ഓടി ചെന്നപ്പോ അവിടെ ആരുമില്ല. അപ്പൊ മോൻ പറയാണ്, മിസ്റ്റർ റാൻഡ് പറഞ്ഞു നിങ്ങൾക്ക് ഇനി അദ്ദേഹത്തെ കാണാൻ കഴിയില്ലെന്ന്, പക്ഷെ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. എന്റെ മോനും മിസ്റ്റർ റാൻഡിനെ കാണുന്നുണ്ടായിരുന്നു. അടുത്ത സ്റ്റോറി. എനിക്ക് 4 വയസ്സുള്ളപ്പോ അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോ ഒക്കെ ഞാൻ മിസ്റ്റർ പീറ്റർ എന്ന ഒരാളോട് സംസാരിക്കായിരുന്നു. പണ്ട് കാലത്ത് ഒരു നാടോടിയെ പോലെ ഇരുന്ന പുള്ളിയുടെ കയ്യിൽ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു. പണ്ട് മദ്യവെച്ച് ട്രെയിനിൽ നിന്ന് വീണാണ് മരിച്ചതെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 6 വയസ്സായപ്പോ ഞാൻ പുള്ളിയെ കാണുന്നത് നിന്നു. എന്നാൽ 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്പന്റെ പഴയൊരു ഗിറ്റാർ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ചെറിയ കസിൻ വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ പീറ്റേഴ്സ് നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്റെ അമ്മയുടെ അപ്പൻ ഞാൻ ജനിക്കുന്നതിന് 10 വർഷം മുമ്പേ മരിച്ചതാണ്. എനിക്ക് 6-7 വയസ്സുള്ളപ്പോ എന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ചതാ. അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവുന്ന കാര്യം അമ്മ എന്നോട് പറയുന്നതിന് തലേ ദിവസം നടന്ന കാര്യമാണിത്. ഞാൻ കിച്ചൺ ടേബിളിൽ ഇരുന്ന് എന്തോ വരയ്ക്കായിരുന്നു. അമ്മ ഡിന്നർ ഉണ്ടാക്കായിരുന്നു. പെട്ടെന്ന് ഞാൻ വരയ്ക്കുന്നത് നിർത്തിയിട്ട് മുൻവശത്തെ ഡോറിലേക്ക് ആര് വന്നതുപോലെ നോക്കിയെന്ന് അമ്മ പറഞ്ഞു. കുറച്ചു നേരം അങ്ങോട്ട് തന്നെ നോക്കി നിന്നിട്ട് ഞാൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അപ്പൂപ്പൻ പറഞ്ഞു വിഷമിക്കണ്ട എന്ന്, എല്ലാം ശരിയാവുന്നു, മോശമായിട്ടൊന്നും സംഭവിക്കില്ലെന്നും അയാളെല്ലാം നോക്കിക്കോളാന്നും പറഞ്ഞത്ര. ഇത് പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് മൂളിക്കൊണ്ട് വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ഉണ്ടായത് വെച്ച് ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. പക്ഷെ എനിക്കിതിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല. അടുത്തത്. എന്റെ 2.5 വയസ്സുള്ള മകളെ ഞാനും ഭാര്യയും കൂടി കുളിപ്പിക്കായിരുന്നു. അവളുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ഭയങ്കര കൂളായിട്ട് പറഞ്ഞു, ഓ ഇപ്പൊ ആരും എന്നെ അവിടെ ഒന്നും ചെയ്യാറില്ല. പണ്ട് അവര് ശ്രമിച്ചു, ഡോറ് ചവിട്ടി പൊളിച്ച് അകത്തൊക്കെ കയറി. പക്ഷെ ഞാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ഞാൻ മരിച്ചുപോയി. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയത്. ഇതൊരു നോർമൽ കാര്യം പോലെയാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. അടുത്തത്. എനിക്ക് 2 വയസ്സുള്ളപ്പോ എന്റെ ഗ്രാൻഡ്മ ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിരുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ലായിരുന്നു. ഒരു ദിവസം അമ്മയും ആന്റിയും കൂടി എന്നെ നോക്കിയിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, ഇനി ഒരേ ഒരു ഗ്രാൻഡ്മ മാത്രം. ഞാൻ 2 പേരുണ്ടെന്ന് അവർ തിരുത്തിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. എന്റെ അങ്കിളായിരുന്നു. ഗ്രാൻഡ്മ മരിച്ചിട്ട് കുറച്ച് മിനിറ്റുകളെ ആയുള്ളൂ എന്ന് അദ്ദേഹം അമ്മയെ അറിയിച്ചു. അടുത്തത്. എന്റെ മോന് 3 വയസ്സുള്ളപ്പോ അവൻ തറയിലൂടെ നെറ്റി ഉറച്ചുകൊണ്ട് എഴയുന്ന ഒരു വിയേർഡ് സ്വഭാവം ഉണ്ടായിരുന്നു. ഒരിക്കലും അവൻ അങ്ങനെ എഴഞ്ഞ് എന്റെ റൂമിൽ വന്ന് എന്റെ മുഖത്തിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് ഒരു വിചിത്രമായ മ്യാവ് സൗണ്ട് ഉണ്ടാക്കി. എന്റെ കൂടെ കിടന്നുറങ്ങി. പിന്നെ ഒരു ദിവസം അവൻ ബേസ്മെന്റില് ഒരു മോൺസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോ അവൻ പറഞ്ഞു, ഇതാ അയാൾ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. ഇത് കേട്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഏറ്റവും പേടിപ്പിച്ചത് മറ്റൊന്നാണ്.
ഒരു ദിവസം കുസൃതി കാണിച്ചതിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. അവനൊരു പുതപ്പിനുള്ളില് തല ഒളിപ്പിച്ചു വെച്ചു. എന്റെ മോൻ ജോൺ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവനെ പുതപ്പിന്റെ അടിയിലൊക്കെ ഇങ്ങനെ തപ്പുമായിരുന്നു. അപ്പൊ അവൻ പതുക്കെ പുതപ്പ് മാറ്റിയിട്ട് വളരെ വില്ലൻ ലുക്കിൽ എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ജോൺ പോയി, ഞാൻ ആദമാ. ഞങ്ങൾക്ക് ആദം എന്ന് പേരുള്ള ആരെയും അറിയില്ല. അവൻ എവിടെ നിന്നാണ് ആ പേര് കേട്ടതെന്നും അറിയില്ല. അടുത്തത്, എന്റെ അനിയത്തി സംസാരിക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ ഭയങ്കര ഭീകരമായ കാര്യങ്ങൾ പറയായിരുന്നു. അവളുടെ പഴയ ഫാമിലി അവളെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നെന്നും ഒരുപാട് കരയിപ്പിക്കായിരുന്നെന്നും അങ്ങനെയൊക്കെ അവള് പറയായിരുന്നു. ഒടുവില് അങ്ങനെ അവസാനം അവളുടെ പഴയ അച്ഛൻ അവളെ തീയിട്ട് ചുട്ടുകൊന്നു. അങ്ങനെയാണ് അവൾക്ക് ഞങ്ങളെ കിട്ടിയത്, അതായത് അവളുടെ പുതിയ ഫാമിലിയെ കിട്ടിയതെന്നും അവള് പറഞ്ഞു. 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയായിരുന്നു. അത്രയും ചെറിയ കുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനൊന്നും ഒരു വഴിയില്ല. അവൾക്ക് അവളുടെ മുൻജന്മത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടെന്നാണ് എന്റെ ഫാമിലി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.